വെറുതെ മാറിയതല്ല ഈ നാട്. കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തപങ്കിലമായ സമരത്തിലൂടെയാണ് ഈ മാറ്റം വന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. നിങ്ങൾ കേട്ടില്ലേ, അന്ന് മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഉണ്ടായിരുന്നു, അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നോക്കക്കാരെന്നറിയപ്പെടുന്ന പാവപ്പെട്ടവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയ ഒരു മഹാൻ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു പ്രമാണി മാനേജറായ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ വീടിനടുത്തുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ, പഞ്ചമിയെ കൈപിടിച്ച് ഈ സ്കൂളിൽ ചേർത്താൻ മാനേജറെ ചെന്ന് കണ്ടു. ആ പ്രമാണി പറഞ്ഞു, ഇവറ്റകളെ പഠിപ്പിക്കാനുള്ളതല്ല എൻ്റെ സ്കൂൾ, കൊണ്ടുപോകുന്നു പറഞ്ഞു. അയ്യങ്കാളിയെ അപമാനിച്ചു. നിങ്ങൾ ഞങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലിൽ ഞങ്ങൾ കൃഷിപ്പണി ചെയ്യുന്നില്ല എന്ന് അയ്യങ്കാളി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം ഒരുപക്ഷെ അതായിരിക്കും. 1 വർഷം നീണ്ടു നിന്നു. ആ പ്രദേശത്തെ വയലിൽ ഒരു പുല്ല് കിളർത്തില്ല. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോവുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ചരിത്രമൊക്കെ ചെറുതായെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സഖാവ് AK-യുടെ ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുന്നുണ്ടെന്ന് അപ്പുക്കുട്ടൻ വക്കീൽ എനിക്ക് എഴുതിയിരുന്നു. സഹപ്രവർത്തകരെന്ന നിലയിൽ നിങ്ങളുടെ ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു ചെറിയ കുറിപ്പ് എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വക്കീലിനോട് പറഞ്ഞു, കിട്ടിയ ഓർമ്മക്കുറിപ്പുകൾ ക്രോഡീകരിച്ചൊരു പുസ്തകമാക്കുമ്പോൾ ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് വളർന്നു വന്നത്, അതിൻ്റെ ചരിത്രം, അതിനുവേണ്ടി ത്യാഗം ചെയ്ത് പോരാട്ടം നടത്തിയ സഖാക്കൾ, ആ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ കൂടി ഒന്ന് എഴുതി വെക്കണം. പുതിയ ആളുകൾക്ക് പഠിക്കാൻ, പുതിയ തലമുറക്ക് അറിയാൻ. പലർക്കും ഇതൊന്നും അറിയില്ല. നേരിട്ട് ആക്രമിച്ച് കൊല്ലാനും അടിച്ചമർത്താനും കഴിയാത്ത വിധത്തിൽ നമ്മൾ വളർന്നപ്പോൾ, വലിയ പ്രസ്ഥാനമായപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നു. ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷം കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലാണ്. സഹിക്കുന്നില്ല ചില ആളുകൾക്ക്. അതുകൊണ്ട് പുതിയ രീതിയിലുള്ള ആക്രമണം നടക്കുക. പുതിയ രീതി, കടുത്ത നുണപ്രചരണം ഇടതുപക്ഷത്തിനെതിരെ, വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ. അതിന് നേതൃത്വം കൊടുക്കുന്നവരിൽ പ്രമുഖരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. പണ്ടുകാലത്തെ പോലെ 1-2 പത്രമല്ല, കുറേ പത്രങ്ങൾ, കുറേ ചാനലുകൾ, വാർത്താ ചാനലുകൾ. ഇവരെല്ലാം കൂടിയിരുന്ന് അന്തിച്ചർച്ചകൾ, പലതരത്തിലുള്ള ചർച്ചകൾ, നുണകൾ ദിവസേന നടത്തുന്ന പ്രചാരവേലകളിലൂടെ പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള കളവ് പ്രചരിപ്പിക്കുകയാണ്. കേരളത്തിലെ പോലെ തൊഴിലാളികൾക്ക് കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വേറെയില്ല. ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇടയ്ക്കിടയ്ക്കുണ്ടാക്കിയ നിയമ നടപടികളിലൂടെ സാധാരണ കൂലി വേലക്കാരുടെ കൂലി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. മിനിമം വേജ് നിയമം എന്ന് പറയുന്നൊരു നിയമമുണ്ട് ഇന്ത്യ രാജ്യത്ത്. ആ നിയമപ്രകാരം ഒരാൾക്ക് കുടുംബമായി ജീവിക്കാൻ ചുരുങ്ങിയ വേതനം എന്തു വേണമെന്ന് നിയമപ്രകാരം തീരുമാനിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. അതനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അതൊക്കെ നടപ്പാക്കിയ നാടാണ് നമ്മുടെ കേരളം. അതിലുമുപരി ഇതെല്ലാം നേടിയെടുക്കാൻ നിരവധിയായ സമരങ്ങൾ നടത്തി തൊഴിലാളി പ്രസ്ഥാനം ശക്തിയായി മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നമുക്ക് കിട്ടിയത്. ആരാണ് ഇതിന് മുൻകൈയെടുത്ത്? ഇവിടെ ഇന്ന് വലിയ ബഡായി പറഞ്ഞു നടക്കുന്ന കോൺഗ്രസിന് ഇതിൽ വല്ല പങ്കുണ്ടോ? BJPക്ക് വല്ല പങ്കുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു പങ്ക് വഹിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് ഈ മാറ്റം കാണണ്ടേ? BJP ഭരിക്കുന്നിടത്ത് കാണണ്ടേ? ഗുജറാത്തിലുണ്ടോ? ഇപ്പോൾ മധ്യപ്രദേശിലെ ഒരു ദിവസത്തെ സാധാരണ തൊഴിലാളികളുടെ കൂലി 300 രൂപയിൽ താഴെയാണ്. ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അർദ്ധപട്ടിണിയുമായിട്ടാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ഇന്ന് കേരളത്തിൽ മാനമായി ജീവിക്കാൻ കഴിയുന്ന പാർപ്പിടങ്ങളില്ലാത്ത കുടുംബം വളരെ വളരെ അപൂർവമാണ്. വൈദ്യുതിയും കുടിവെള്ളവും ലഭിക്കാത്ത വീടുകൾ ഒന്നുപോലും കേരളത്തിലില്ല എന്ന് വേണേ പറയാം. എങ്ങനെയാണ് ഈ കേരളം ഇങ്ങനെയായത്? ഒരു ദിവസം കൊണ്ട് കണ്ണ് അടച്ച് തുറക്കുമ്പോൾ മാറ്റം വന്നതാ? അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് വരസിയപ്പോൾ ഭൂതം പ്രത്യക്ഷപ്പെട്ട് കൊട്ടാരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൊട്ടാരം ഉണ്ടായതാണോ? പാഞ്ചാലിയുടെ അക്ഷയപാത്രം വിളമ്പിത്തന്നതാണോ? അധ്വാനിക്കുന്ന മനുഷ്യരുടെ സമരത്തിലൂടെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. കൃഷിക്കാരും തൊഴിലാളികളും
യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം ചേർന്ന് നടത്തിയ വലിയ സമരങ്ങൾ. ആരാ ഇതിന് നേതൃത്വം കൊടുത്തത്? കമ്മ്യൂണിസ്റ്റുകാർ, സഖാവ് AK പോലുള്ള ആളുകൾ, EMSും AKGയും കൃഷ്ണപിള്ളയും നായനാരും നിരവധിയായ നേതാക്കളുടെ നേതൃത്വത്തിൽ അധ്വാനിക്കുന്ന വർഗം നടത്തിയ സമരത്തിലൂടെയാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയതെന്ന് ഓർക്കണം. ഇതിലൊന്നും കോൺഗ്രസിനൊരു പങ്കുമില്ല. കോൺഗ്രസ് അക്കാലത്ത് മുതലാളിമാരുടെ പക്ഷത്ത് നിന്ന് നമ്മുടെ സമരത്തെ തകർക്കാൻ കരിങ്കാലിപ്പണിയെടുക്കുന്നവരാണ്. കരുണാകരൻ എന്ന പ്രമുഖനായ കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന കാലത്താണ്, ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് കാളയുടെ കഴുത്തിൽ മുഖം വെക്കാൻ കാളയുടെ അനുമതി ചോദിക്കേണ്ടതില്ല എന്ന കുപ്രസിദ്ധമായ പ്രസംഗം നടത്തിയത്. അടിയന്തരാവസ്ഥ കാലത്ത് തൊഴിലാളികൾക്ക് പണിമുടക്കാനുള്ള അവകാശം നിരോധിച്ച്, ബോണസ് എന്ന് പറയുന്നത് കുറച്ച്, എല്ലാ ജനാധിപത്യ അവകാശങ്ങളും തകർത്ത അടിയന്തരാവസ്ഥ നടപ്പാക്കിയ ആ സർക്കാരിൽ അന്ന് അതെല്ലാം നടപ്പാക്കിയ, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ രാജനെ ഉരുട്ടിക്കൊന്ന, നിരവധി മനുഷ്യരെ കൊല ചെയ്ത ആ കിരാത നാളുകളിൽ കരുണാകരന്റെ ഒരു പ്രസംഗമാണ് കാളയുടെ കഴുത്തിൽ നുകം വയ്ക്കാൻ കാളയുടെ അനുമതി ചോദിക്കേണ്ടതില്ല എന്ന് വച്ചാൽ ഈ ജനാധിപത്യ വിരുദ്ധ നിയമം കൊണ്ടുവരാൻ ജനങ്ങളുടെ അനുമതി ചോദിക്കേണ്ടതില്ല, ഭരണക്കാർക്ക് എന്തും ചെയ്യാം. ഇന്ന് അവർ നമ്മളെ രക്ഷകരായി അഭിനയിക്കുകയാണ്. അവർ രാജ്യത്തെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സംസാരിക്കുകയാണ് വ്യത്യസ്തമായൊരു ഭാഷയിൽ. അവർക്ക് എന്ത് പങ്കുണ്ട് ഈ തൊഴിലാളികളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്തിയതിൽ? നിങ്ങൾ നോക്കൂ, ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപം കൊണ്ടതിൽ ആർക്കാണ് പങ്ക്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സഖാവ് EMS കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഒരു പുസ്തകമെഴുതി മലയാള ഭാഷ സംസാരിക്കുന്ന ഈ പ്രദേശത്തെ ആകെ ചേർത്ത് ഒരു സംസ്ഥാനം രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യാനന്തരം ഭാഷാ സംസ്ഥാനങ്ങൾക്കുള്ള പോരാട്ടം, പ്രക്ഷോഭം ഇന്ത്യയിൽ വളർന്നു വന്നപ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു സ്വന്തം നാട് കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. അങ്ങനെയാണ് കേരളം ഉണ്ടായത്. കോൺഗ്രസിന് എന്ത് പങ്കാണ് ഉള്ളത്? വലിയ സമരത്തെ തുടർന്നാണ് സംസ്ഥാന രൂപീകരണം ഉണ്ടായത്. 47 സ്വാതന്ത്ര്യം കിട്ടി. ഭരണഘടന അംഗീകരിച്ചതിന് ശേഷവും പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഭാഷാ സംസ്ഥാനങ്ങൾ ഉണ്ടായത്. മലയാളികൾക്ക് കേരളം, തമിഴ് സംസാരിക്കുന്നവർക്ക് അന്ന് മദ്രാസ്, ഇപ്പോൾ തമിഴ്നാട്, കന്നഡ ഭാഷ സംസാരിക്കുന്നവരുടെ കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് മറാഠി സംസാരിക്കുന്നവരുടെ മഹാരാഷ്ട്ര, ബംഗാൾ സംസാരിക്കുന്നവരുടെ ബംഗാൾ, ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുണ്ടായത്. മറ്റാർക്കാ ഇതിൽ പങ്കുള്ളത്? ഇന്നത്തെ BJP-കാരന് ഈ വിഷയത്തെക്കുറിച്ച് വല്ലതും അറിയാവോ? അവരുടെ പൂർവികന്മാർ വല്ലവരും ഈ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടോ? അത് കഴിഞ്ഞ് സംസ്ഥാന രൂപീകരണം നടന്നു 1956. 57 ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. ഏതാനും സ്വതന്ത്രന്മാരും ബാക്കിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളും. EMS മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് വന്നു. KP ഗോപാലൻ ഇതിൽ മന്ത്രിയായിരുന്നു. പ്രമുഖരായ പലരും അന്ന് മന്ത്രിമാരായിരുന്നു. സ്വതന്ത്രനായി ജയിച്ച VR കൃഷ്ണയ്യർ, ഡോക്ടർ AR മേനോൻ തുടങ്ങിയവർ മന്ത്രിമാരായിരുന്നു അന്ന് ആ മന്ത്രിസഭയിൽ. ആ ഗവൺമെന്റാണ് നാടുവാഴിത്വത്തിനും ജന്മിത്വത്തിനുമെതിരായി ഇവിടുത്തെ കൃഷിക്കാർ, കുടിയാന്മാർ വിളിച്ച മുദ്രാവാക്യം സാക്ഷാത്കരിക്കാനുള്ള ആദ്യത്തെ നടപടി സ്വീകരിച്ച് കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് നിയമം ഉണ്ടാക്കിയത്. അധികാരത്തിൽ വന്ന ഒരാഴ്ചക്കുള്ളിലാണ്. അതുവരെ കമ്മ്യൂണിസ്റ്റുകാരൻ കുടികിടപ്പുകാരുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുകയായിരുന്നു. നാടുവാഴികളുടെയും ജന്മിമാരുടെയും മർദ്ദനമേൽക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി പോലീസിന്റെ കിരാതമായ ആക്രമണത്തിന് വിധേയരാവുകയായിരുന്നു, മരിച്ചു വീഴുകയായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം കിട്ടിയപ്പോൾ ഇനിമേലിൽ ആർക്കും ആരെയും കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു നിയമമുണ്ടാക്കി. അന്ന് മുതലാണ് കുടികിടപ്പുകാർക്ക് അവന്റെ ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കാനുള്ള അവസരമുണ്ടായത്, അവകാശമുണ്ടായത്. നമുക്ക് ഓരോരുത്തർക്കും തൻ്റെതായ ഒരു ഇടമുണ്ടായത്. കേരളം എന്ന് പറയുന്ന ഈ കര പരശുരാമൻ മഴുവെറിഞ്ഞപ്പോൾ കടലിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടതാണെന്നും ആ കര മുഴുവൻ ബ്രഹ്മഹത്യക്ക് പ്രായശ്ചിത്തമായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതാണെന്നും
അങ്ങനെ ബ്രാഹ്മണർ നേരിട്ട് കൈവശം വെക്കുന്നതെല്ലാം ബ്രഹ്മസ്വു, ക്ഷേത്രങ്ങൾക്ക് ദാനം ചെയ്ത് ദേവസ്വു എന്നീ പേരുകളിലെല്ലാം പലതരത്തിലുള്ള കൈവശ അവകാശങ്ങൾ, കുടിയായ്മകൾ, നിയമങ്ങൾ, വ്യവസ്ഥകൾ ഉണ്ടാക്കി ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥരായി ഒരു പറ്റം ആളുകൾ വിലസി നടക്കുകയായിരുന്നു. കുറെ പാട്ടക്കുടിയാന്മാർ, കാണക്കുടിയാന്മാർ, വെറും കുടിയാന്മാർ എന്ന് പറയുന്ന വിഭാഗം വേറെ. അവരവരുടെ വളപ്പിൽ അവർ താമസിക്കുന്നിടത്ത് ഒരു തെങ്ങ് വെച്ചാൽ അതിൽ നിന്ന് നാളികേരം എടുക്കാൻ പ്രായമായാൽ, ആ തെങ്ങിന് പ്രായമായാൽ ആ നാളികേരത്തിനുള്ള അവകാശം നാടുവാഴിക്കായിരുന്നു. ഓർമ്മയുണ്ടോ? ചെറുപ്പക്കാർക്കൊന്നും അറിയില്ലത്. ചങ്ങമ്പുഴയുടെ വാഴക്കുല എന്ന കവിത വായിച്ചവർ എത്ര പേരുണ്ട് ഈ യോഗത്തിൽ? ആ പാട്ട് കേട്ടവർ എത്ര പേരുണ്ട്? പഴയ കാലത്ത് പൊലയൻ എന്ന് വിളിക്കുന്ന പാവപ്പെട്ട ഒരു കർഷക തൊഴിലാളി കുടിലിന് മുമ്പിൽ ഒരു വാഴ നട്ടതും അത് കൊലച്ചതും, കൊല വന്നപ്പോൾ അത് നാളെ പഴുക്കും, മറ്റന്നാൾ വിട്ടു അച്ഛൻ വീട്ടിനകത്ത് വെക്കും, അപ്പോൾ ഞാനൊന്ന് കട്ടു തിന്നും എന്ന് സ്വപ്നം കണ്ട് പാട്ടുപാടിയ കൊച്ചു കുട്ടികളുടെ മനോഗതിയെ കവിതയാക്കിയ ചങ്ങമ്പുഴ പാട്ടബാക്കി എന്ന നാടകത്തിലൂടെ എങ്ങനെയാണ് പാട്ട കൈവശക്കാരെ ജന്മിമാർ ഒഴിപ്പിക്കുന്നതിന്റെ ഏറ്റവും മൃഗീയമായ വശം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ കേദാമോദരന്റെ പാട്ടബാക്കി ഏതെല്ലാം കലാസൃഷ്ടികളാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ നാട്ടിൽ അവതരിപ്പിച്ചത്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ സംഘടിപ്പിക്കാൻ, അവരുടെയൊക്കെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന നടപടി ആദ്യം സ്വീകരിച്ചത് 57 EMS ഗവൺമെന്റാണ്. ഇന്ന് നമ്മളെല്ലാം വിദ്യാഭ്യാസം ചെയ്തവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ മക്കൾ 5 വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഇന്ത്യ രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം. 12ാം ക്ലാസ് വരെ സൗജന്യമായി പഠിപ്പിക്കുക ഗവൺമെന്റ്. ഇതിന് തുടക്കം കുറിച്ചത് 57 ഗവൺമെന്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ്. സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് EMS ഗവൺമെന്റാണ്. അതിനു മുമ്പ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് PT ഭാസ്കര പണിക്കർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ചില പൊതുവിദ്യാലയങ്ങൾ തുടങ്ങിയിരുന്നു, അപൂർവം. പക്ഷെ വ്യാപകമായി പൊതുവിദ്യാലയങ്ങൾ തുടങ്ങാൻ ആരംഭിച്ചത് 57 മുതലാണ്. പിന്നീട് വന്ന ഗവൺമെന്റുകൾ അത് വ്യാപിപ്പിച്ചു, വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകി. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം വികസിപ്പിക്കാനുള്ള പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നു. സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ നന്നാക്കി 2016 നമ്മുടെ LDF ഗവൺമെന്റ് ഒരു പ്രത്യേക ഫണ്ട് വായ്പ എടുത്തുണ്ടാക്കിയാണ് സ്കൂൾ കെട്ടിടങ്ങൾ പുതുക്കി പണിതത്. സ്കൂൾ കെട്ടിടങ്ങൾ ഹൈടെക് സ്കൂളുകളായി. 30, 40, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിച്ച നമ്മുടെ സ്കൂളാണോ ഇന്നത്തെ സ്കൂൾ? സർക്കാർ സ്കൂൾ. സാമ്പത്തികമായി ഉയർന്നു വന്നവർ, ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ മറ്റു രീതിയിൽ പണമുണ്ടാക്കി ശേഷി വർദ്ധിച്ചവർ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സ്വകാര്യ വിദ്യാലയങ്ങളെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. വലിയ സംഭാവനയും ഫീസും കൊടുത്താൽ മാത്രം പഠിക്കാൻ പറ്റുന്ന സ്കൂൾ. പാവപ്പെട്ടവർ സർക്കാർ സ്കൂൾ, ഓലമേഞ്ഞ ഷെഡ്, ബ്ലാക്ക് ബോർഡ് ഉള്ളപ്പോൾ ബെഞ്ചുണ്ടാവില്ല. പരമദയനീയമായിരുന്നു നമ്മുടെ സ്കൂളുകൾ. അതുകൊണ്ട് ഒരു വക എന്തെങ്കിലും ചെയ്ത് മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നവരൊക്കെ സ്വകാര്യ വിദ്യാലയങ്ങൾ അന്വേഷിച്ചു പോയി. ഇന്ന് LDF ഗവൺമെന്റിന്റെ നയം കൊണ്ട് സർക്കാർ സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി, സ്മാർട്ട് ക്ലാസ് മുറികളായി, കെട്ടിടങ്ങൾ മനോഹരമായി, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് MLA-മാരും MP-മാരും ഇടപെട്ട്, പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇടപെട്ട് വിദ്യാഭ്യാസ മേഖല വികസിച്ചപ്പോൾ 4.5 ലക്ഷം കുട്ടികളാണ് സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്ന് പേരുവെട്ടി സർക്കാർ സ്കൂളിലേക്ക് വന്നത്. ഇങ്ങനൊരു അനുഭവം ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിങ്ങൾ കേട്ടില്ലേ, അന്ന് മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഉണ്ടായിരുന്നു, അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നോക്കക്കാരെന്നറിയപ്പെടുന്ന പാവപ്പെട്ടവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പോരാടിയ ഒരു മഹാൻ. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു പ്രമാണി മാനേജറായ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ വീടിനടുത്തുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ, പഞ്ചമിയെ കൈപിടിച്ച് ഈ സ്കൂളിൽ ചേർത്താൻ മാനേജറെ ചെന്ന് കണ്ടു. ആ പ്രമാണി പറഞ്ഞു, ഇവറ്റകളെ പഠിപ്പിക്കാനുള്ളതല്ല എൻ്റെ സ്കൂൾ, കൊണ്ടുപോകുന്നു പറഞ്ഞു. അയ്യങ്കാളിയെ അപമാനിച്ചു. നിങ്ങൾ ഞങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലിൽ ഞങ്ങൾ കൃഷിപ്പണി ചെയ്യുന്നില്ല എന്ന് അയ്യങ്കാളി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം ഒരുപക്ഷെ അതായിരിക്കും. 1 വർഷം നീണ്ടു നിന്നു.
ആ പ്രദേശത്തെ വയലിൽ ഒരു പുല്ല് കിളർത്തില്ല. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോവുക. സ്കൂളിൽ ഉച്ചഭക്ഷണം, കുട്ടികൾക്ക് പാഠപുസ്തകം, യൂണിഫോം ഗവൺമെന്റ് സൗജന്യമായി കൊടുക്കുകയാണ്. ഇത്രയും സൗകര്യപ്രദമായി പഠനം നടത്താൻ കഴിയുന്ന ഒരു നാട് ആരുണ്ടാക്കി? കോൺഗ്രസ് ആണോ? വിദ്യാഭ്യാസത്തെ കച്ചവട ചരക്കാക്കി സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റുകളാണ് കോൺഗ്രസിൻ്റെത്. അതിനെതിരായി സമരം ചെയ്തവരാ നമ്മൾ. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരായി യുവജന ഫെഡറേഷന്റെ നേതൃത്വം നടത്തിയ ധീരോദാത്തമായ സമരത്തിലെ രക്തസാക്ഷികളാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ. ഏറ്റവും ഒടുവിൽ മരണപ്പെട്ട സഖാവ് പുഷ്പൻ വരെയുള്ള ആളുകൾ 5 പേർ. ഇതുപോലെ എന്തെല്ലാം അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ചരിത്രമൊക്കെ ചെറുതായെങ്കിലും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സഖാവ് AK-യുടെ ഒരു ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുന്നുണ്ടെന്ന് അപ്പക്കുട്ടൻ വക്കീൽ എനിക്ക് എഴുതിയിരുന്നു. സഹപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളുടെ ഒരു ഓർമ്മക്കുറിപ്പ്, ഒരു ചെറിയ കുറിപ്പ് എഴുതി തരണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വക്കീലിനോട് പറഞ്ഞു, കിട്ടിയ ഓർമ്മക്കുറിപ്പുകൾ ക്രോഡീകരിച്ചൊരു പുസ്തകമാക്കുമ്പോൾ ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് വളർന്നു വന്നത്, അതിൻ്റെ ചരിത്രം, അതിനുവേണ്ടി ത്യാഗം ചെയ്ത് പോരാട്ടം നടത്തിയ സഖാക്കൾ ആ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങൾ കൂടി ഒന്ന് എഴുതി വെക്കണം. പുതിയ ആളുകൾക്ക് പഠിക്കാൻ, പുതിയ തലമുറക്ക് അറിയാൻ. പലർക്കും ഇതൊന്നും അറിയില്ല. നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദവും മതനിരപേക്ഷ സംസ്കാരവും വളർത്തിക്കൊണ്ടുവന്ന ആരാ? ജാതി മതാടിസ്ഥാനത്തിൽ ഭിന്നിച്ചു നിൽക്കുകയായിരുന്നില്ലേ ഈ കേരളം? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് കവി വർണ്ണിച്ച അവസ്ഥയുണ്ടായിരുന്നില്ലേ ഈ കേരളത്തിൽ? ആരാ അതിനെതിരായി പോരാടിയത്? മതനിരപേക്ഷത എന്ന മുദ്രാവാക്യം ഉയർത്തി, തൊഴിലാളി വർഗ സംസ്കാരം ഉയർത്തി, മനുഷ്യരെല്ലാം ഒന്നിപ്പിക്കാനുള്ള സമരങ്ങൾ നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു ജാതി മത സംഘടനയല്ല. ഇന്ന് വലിയ വീരാട്ടി വീരന്മാരായി നടക്കുന്ന ഒരു ബൂർഷ്വാ പ്രസ്ഥാനവുമല്ല, തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് അതിന് ഉത്തരവാദികൾ. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കിയതാരാ? അവശ്യ വസ്തുക്കളുടെ പൊതുവിതരണം ആദ്യമായി ആരംഭിച്ചത് 57 ഗവൺമെന്റിന്റെ കാലത്താണ്. ഇന്നത് വിപുലീകരിച്ചു. റേഷൻ കടകൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ചു കൊടുക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മാവേലി സ്റ്റോറുകളും കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റോറുകളും ഉൾപ്പെടെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ വരുമാനത്തിനനുസരിച്ച് അവശ്യ വസ്തുക്കൾ വാങ്ങി ഉപജീവനം കഴിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിച്ചു. വേറെ ആർക്കാ ഇതിൽ പങ്ക്? ഓരോ മേഖലയെടുത്താലും കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. ആ പാർട്ടിയെ അന്നു മുതൽ ആക്രമിക്കാൻ തുടങ്ങിയതാണ് ഇവിടുത്തെ പ്രമാണിവർഗം. അടിച്ചമർത്താൻ ശ്രമിച്ചു. പോലീസിനെയും പട്ടാളത്തെ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു. ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ നടത്തിയ സമരത്തിന് നേരെ വെടിവെപ്പുണ്ടായി. ചരിത്ര പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം. ഒഞ്ചിയത്തെ പോലീസ് വെടിവെപ്പ് കർഷക സംഘത്തിന്റെ യോഗത്തിന് നേരെ. സഖാവ് അഴീക്കോടനെ പോലുള്ള നേതാക്കന്മാരെ നടുറോഡിലിട്ട് കുത്തിക്കൊന്നു നമ്മുടെ വർഗശത്രുക്കൾ. കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നു. MLA ആവുമ്പോൾ ഇവിടെ മരിച്ചു വീണ RSSകാരന്റെയും കോൺഗ്രസ്സുകാരുടെയും കൊലത്തിക്കത്തിക്കിരയായി മരിച്ചു വീണ അനേകം സഖാക്കളുണ്ട്. എല്ലാവരുടെയും പേരും കണക്കൊന്നും ഞാൻ പറയുന്നില്ല. വെറുതെ മാറിയതല്ല ഈ നാട്. കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തപങ്കിലമായ സമരത്തിലൂടെയാണ് ഈ മാറ്റം വന്നത്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. നേരിട്ട് ആക്രമിച്ച് കൊല്ലാനും അടിച്ചമർത്താനും കഴിയാത്ത വിധത്തിൽ നമ്മൾ വളർന്നപ്പോൾ, വലിയ പ്രസ്ഥാനമായപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നു. ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷം കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലാണ്. സഹിക്കുന്നില്ല ചില ആളുകൾക്ക്. അതുകൊണ്ട് പുതിയ രീതിയിലുള്ള ആക്രമണം നടക്കുക. പുതിയ രീതി, കടുത്ത നുണപ്രചരണം ഇടതുപക്ഷത്തിനെതിരെ, വിശേഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ. അതിന് നേതൃത്വം കൊടുക്കുന്നവരിൽ പ്രമുഖരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. പണ്ടുകാലത്തെ പോലെ 1-2 പത്രമല്ല, കുറേ പത്രങ്ങൾ, കുറേ ചാനലുകൾ, വാർത്താ ചാനലുകൾ. ഇവരെല്ലാം കൂടിയിരുന്ന് അന്തിച്ചർച്ചകൾ, പലതരത്തിലുള്ള ചർച്ചകൾ, നുണകൾ ദിവസേന നടത്തുന്ന പ്രചാരവേലകളിലൂടെ
പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള കളവ് പ്രചരിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം, എല്ലാ പഴയ കഥയും പറയുന്നില്ല. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ നിരക്കൊന്ന് ചെറിയ നിലയിൽ വർദ്ധിപ്പിച്ചു. ഒരു ചെറിയ വർധനവാണ്. വർദ്ധിപ്പിക്കാൻ വലിയ ആഗ്രഹം കൊണ്ട് വർദ്ധിപ്പിച്ചതൊന്നുമല്ല, നിവൃത്തിയില്ലഞ്ഞിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് വൈദ്യുതി ഉൽപാദനവും വിതരണവും പൂർണ്ണമായും സർക്കാരിന്റെ നേതൃത്വത്തിലായിരുന്നു. പൊതുമേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിന് ഉടമസ്ഥയിലുള്ള വൈദ്യുതി പദ്ധതികൾ ഉണ്ടായിരുന്നു. ജലവൈദ്യുത പദ്ധതികൾ, കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന തെർമൽ പവർ പ്ലാന്റുകൾ, ഡീസൽ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ, ആണവ റിയാക്ടർ ഉപയോഗിച്ചുണ്ടാക്കുന്ന വൈദ്യുതി പദ്ധതികൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പദ്ധതികൾ ഇന്ത്യ ഗവൺമെന്റിന് കീഴിലുണ്ടായിരുന്നു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്ന ദേശീയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു വൈദ്യുതി മേഖലയിൽ. വൈദ്യുതി പദ്ധതികൾക്ക് ആവശ്യമായ ജനറേറ്ററുകൾ ഉൾപ്പെടെയുള്ള സങ്കീർണമായ യന്ത്രങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ അന്നത്തെ ഗവൺമെന്റ് പൊതുമേഖലയിൽ ഒരു വലിയ കമ്പനി ഉണ്ടാക്കി. BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള യന്ത്രം അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ കൊണ്ടുവരുമ്പോൾ അതിന് കൊടുക്കേണ്ട വിലയുടെ പകുതി വിലക്ക് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെയാണ് വൈദ്യുതി ഉൽപ്പാദനം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ വർദ്ധിച്ചു വന്നത്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതി, ഇടുക്കി പദ്ധതി, കുറ്റ്യാടി പദ്ധതി, പള്ളിവാസൽ പദ്ധതി, ഇങ്ങനെ നിരവധി പദ്ധതികൾ 57 ഗവൺമെന്റിന്റെ കാലം തൊട്ടുണ്ടാക്കാൻ തുടങ്ങി. എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ള വൈദ്യുതിയോട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. ഇന്ന് കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കിയ സംസ്ഥാനമാണ്. എല്ലാ കൊട്ടാരങ്ങളിലും എല്ലാ കുടിലുകളിലും വൈദ്യുതിയുണ്ട്. ഒരു ഫാക്ടറിക്ക് ആവശ്യമായ വൈദ്യുതിയാണ് ചില വീടുകളിൽ ഉപയോഗിക്കുന്നത്. അതിന് മാത്രമുള്ള ഉപകരണങ്ങൾ, എയർ കണ്ടീഷണറുകൾ, ഫ്രിഡ്ജ്, മറ്റൊട്ടനേകം വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുകയാണ് സാമ്പത്തികമായി ശേഷിയുള്ളവർ. അതിനൊക്കെ വൈദ്യുതി വേണം. അപ്പൊ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് പുറമേ ഉള്ളത് വെളിയിൽ നിന്ന് വാങ്ങണം. പൊതുമേഖലയിലായിരുന്ന കാലത്ത് ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഗവൺമെന്റാണ് ഈ സ്വകാര്യവൽക്കരണം എന്ന ഭൂതത്തെ തുറന്നുവിട്ടത്. 1991 നരസിംഹറാവു ഗവൺമെന്റ് ആഗോളവൽക്കരണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ അതിന്റെ വിശദാംശം പറയല്ല. BJP ഗവൺമെന്റ് ഇന്ന് അതിന്റെ വേഗത വർദ്ധിപ്പിച്ചു. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗൗതം അദാനി എന്നൊരു കുത്തക മുതലാളി, അദാനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി മേഖലയിൽ സ്ഥാപനങ്ങളുള്ള മുതലാളിയാണ് അദാനി. കൽക്കരി ഉപയോഗിച്ച് തെർമൽ പ്ലാന്റുകൾ അദാനി ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ സ്ഥാപിച്ചു, അനുമതി കൊടുത്തു ഇന്ത്യ ഗവൺമെന്റ്. പണ്ട് ഒറ്റ സ്വകാര്യ മുതലാളിക്ക് അനുമതി കൊടുത്തിരുന്നില്ല, ഇപ്പൊ കൊടുത്തു. അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയി കൽക്കരി ഖനി വിലക്ക് വാങ്ങി. അവിടുന്ന് കപ്പലിൽ കയറ്റി വൈദ്യുതി കൽക്കരി ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാവാൻ ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിയുടെ വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വൈദ്യുതിയുടെ വില നിശ്ചയിക്കേണ്ടതെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവിറക്കി. അദാനി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയാണ്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അദാനിയാണ്. രണ്ടാണെങ്കിലും ഒന്നാണ്. ഇന്ത്യയുടെ കടൽ തീരങ്ങളിൽ ഓരോ 500 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അദാനിക്ക് തുറമുഖങ്ങളുണ്ട്. 10 വിമാനത്താവളങ്ങൾ അദാനിക്ക് ഏൽപ്പിച്ചു കൊടുത്തു നരേന്ദ്രമോദി ഗവൺമെന്റ്. കോഴിക്കോട് തിരുവനന്തപുരം വിമാനത്താവളം ഉൾപ്പെടെ കോഴിക്കോടിന് മേൽ കണ്ണുവെച്ചു നടക്കുകയാണ്. വിമാനത്താവളങ്ങൾ, വൈദ്യുതി ഉൽപാദന പദ്ധതികൾ, വൈദ്യുതി വിതരണം ചെയ്യുന്ന രണ്ട് സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ, ചെറിയ ചെറിയ വയറുകളിലൂടെ വീടുകൾക്കും ഹോട്ടലുകൾക്കും സ്ഥാപനങ്ങൾക്ക് കണക്ഷൻ കൊടുക്കുന്നത്. മറ്റൊന്ന് വലിയ സബ്സ്റ്റേഷനുകളിൽ നിന്ന് വൈദ്യുതി വൻതോതിൽ എത്തിച്ചേരുന്ന ട്രാൻസ്മിഷൻ. വലിയ തോതിൽ വൈദ്യുതി ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക. അത് പിന്നെ ചെറുതാക്കിയിട്ടാണ് വിതരണത്തിന് ട്രാൻസ്ഫോമറുകൾ വഴി വീടുകളിലേക്ക് കൊടുക്കുക. ഈ ട്രാൻസ്മിഷൻ കോറിഡോർ, ട്രാൻസ്മിഷൻ നടത്തുന്ന വലിയ കമ്പനി പവർ ഗ്രിഡ് കോർപ്പറേഷനാണ്. അതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യയുടെ വൈദ്യുതിയുടെ പ്രസരണം നിയന്ത്രിക്കാനും അദാനിക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ടാറ്റ പവർ എന്ന് പറയുന്ന ടാറ്റയുടെ വൻകിട കമ്പനി കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. അവർ വിൽക്കുന്നു. അവർക്ക് കച്ചവടമാണ്. ഗവൺമെന്റിന് കച്ചവടമല്ല, ജനങ്ങളെ സേവിക്കലാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളണം.
ഈ കച്ചവടക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിയപ്പോൾ വൈദ്യുതിയുടെ നിരക്ക് ഉയരുകയാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഇല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങണം. ഇന്ത്യ ഗവൺമെന്റിന് തരാനില്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലില്ല. അതൊക്കെ മുതലാളിമാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഓപ്പൺ മാർക്കറ്റിൽ ഇതിന്റെ വില നിയന്ത്രിക്കാനുള്ള കമ്മിറ്റികളെല്ലാം, ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്മിറ്റികളൊക്കെ ഈ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവരാ നിശ്ചയിക്കുന്നത്. വൈദ്യുതി ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സമയം വൈകുന്നേരം ഒരു 6 മണി മുതൽ ഒരു 8:30-9 മണി വരെയാണ്. പീക്ക് ഹവേഴ്സ് എന്ന് പറയും, ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സമയം. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഉറങ്ങാനൊക്കെ തുടങ്ങുമ്പോൾ വൈദ്യുതി ഇങ്ങനെ സ്വിച്ച്, ബൾബ് ഓഫ് ചെയ്യും, ട്യൂബ് ഓഫ് ചെയ്യും, മറ്റ് ഉപകരണങ്ങളൊക്കെ നിർത്തിവെക്കും, വൈദ്യുതിയുടെ ആവശ്യം കുറയും, കച്ചവട സ്ഥാപനങ്ങളൊക്കെ പൂട്ടും. ഇത് കണക്കനുസരിച്ച് വൈദ്യുതി ഉൽപാദന പദ്ധതികൾ 24 മണിക്കൂറും പ്രവർത്തിക്കുകയല്ലേ. അവർക്ക് വൈദ്യുതി ഉൽപാദന പദ്ധതി ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ നഷ്ടവും ലാഭവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് വൈദ്യുതിയുടെ ആവശ്യം കൂടുമ്പോൾ വൈദ്യുതിയുടെ നിരക്ക് ഉയരുന്നതും ആവശ്യം കുറയുമ്പോൾ അല്പം കുറയുന്നതുമായ ഫ്ലെക്സിബിൾ റേറ്റ് ഇന്ത്യയുടെ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചു കൊടുക്കുകയാണ്. അത് അളക്കുന്നത് ഓരോ 20 മിനിറ്റിലും വൈദ്യുതിയുടെ വില നിശ്ചയിക്കുകയാണ്. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ വൈദ്യുതി നിരക്ക് കുത്തനെ ഉയരുന്ന സമയത്ത് ആ നിരക്കായിരിക്കും നമ്മളെ മീറ്ററിൽ കാണുക. അതിന് പറ്റാവുന്ന മീറ്ററുകൾ ഓരോ ഉപഭോക്താവിന്റെയും വീട്ടിൽ സ്ഥാപിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു കൊടുത്തു. പണ്ട് നമ്മുടെ വീട്ടിൽ മെക്കാനിക്കൽ മീറ്റർ ആയിരുന്നു, ഇപ്പോൾ ഇലക്ട്രോണിക് മീറ്ററാണ്. അത് പോരാ, അദാനിക്കും ടാറ്റയ്ക്കും സ്മാർട്ട് മീറ്റർ വേണം. സ്മാർട്ട് ഫോൺ പോലെ നിങ്ങളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലേ? സ്മാർട്ട് മീറ്റർ, സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത എന്താ? അത് ആധുനിക ഫോണാണ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ സ്മാർട്ട് ഫോൺ വെച്ചാൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രീപെയ്ഡ് കാർഡ് വാങ്ങാം, 100 രൂപയുടെ ഒരു കാർഡ്. ആ 100 രൂപ തീരുമ്പോൾ കോള് പിന്നെ കിട്ടില്ല. അല്ലെങ്കിൽ ഓരോ മാസത്തെയും കോൾ ബില്ല് അനുസരിച്ച് പണം അടയ്ക്കാം. പണമടയ്ക്കാൻ വൈകിയാൽ ഓഫ് ആവും. ഈ സമ്പ്രദായം ഇലക്ട്രിസിറ്റി മേഖലയിൽ കൊണ്ടുവരാൻ പോകും. അതിനാണ് സ്മാർട്ട് മീറ്റർ വെക്കുന്നത്. 100 രൂപയുടെ കാർഡ് എടുത്താൽ 100 രൂപയുടെ കറണ്ട് ഉപയോഗിക്കുന്നവരെ ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പം നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ ബില്ലടക്കാത്തതുകൊണ്ട് ഓഫാക്കാൻ വൈദ്യുതി തൊഴിലാളി വീട്ടിൽ വരേണ്ട കാര്യമില്ല. നിങ്ങൾ പണമടക്കാൻ വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ ചെന്നാൽ ഓൺലൈനായിട്ട് അല്ല അടയ്ക്കുന്നതെങ്കിൽ പണം വാങ്ങാൻ കാഷ്യർ എന്ന് പറഞ്ഞൊരു തൊഴിലാളി വേണം. ഇനിമേലിൽ അതിൻ്റെ ആവശ്യമില്ല. വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാം. ഒരു 10 കമ്പ്യൂട്ടർ ജ്ഞാനമുള്ള കുട്ടികളെ ഇരുത്തി ഒരു മുറി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുള്ള മുഴുവൻ വൈദ്യുതി വിതരണവും നിയന്ത്രിക്കാം. ഈ പുതിയ നയത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകുന്നതിന്റെ ഫലമായി വൈദ്യുതിയുടെ നിരക്ക് ഇപ്പൊ നിശ്ചയിക്കുന്നത് കുത്തക മുതലാളി വർഗമാണ്. അവരോടാ വാങ്ങേണ്ടത് പോരായികയുള്ളത്. നമ്മുടെ നാട്ടിൽ ഇവിടെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി കൊണ്ടുവരണം. എവിടെയാണ് പദ്ധതി കൊണ്ടുവരിക? 2006 VS മുഖ്യമന്ത്രിയായ ഗവൺമെന്റിന്റെ കാലത്ത് ഞാൻ അന്ന് വ്യവസായ വകുപ്പിന്റെ മന്ത്രിയായിരുന്നല്ലോ. ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ മന്ത്രി AK ബാലനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് കേരളത്തിന് ഒരു കൽക്കരി ബ്ലോക്ക് എന്ന് വെച്ചാൽ കൽക്കരി ഖനിയിലെ ഒരു ഭാഗം നമുക്ക് അലോട്ട് ചെയ്തു. ഒറീസയിൽ ഇന്ത്യ ഗവൺമെന്റ്. അവിടെ കൽക്കരി കിട്ടിയാൽ എന്ത് ചെയ്യും? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൽക്കരി ഉപയോഗിക്കുക. ഇവിടെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു പ്ലാന്റ് ഉണ്ടാക്കും, ഒരു തെർമൽ പവർ പ്ലാന്റ്. ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ച് ചർച്ച ചെയ്തു. അപ്പം അതിനനുയോജ്യമായ ഒരു സ്ഥലം എവിടെയാണെന്നുള്ളത് ചർച്ച ചെയ്തപ്പോൾ ചീമേനിയിൽ കേരള ഗവൺമെന്റിന്റെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 2-3000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. അന്ന് അവിടെ കശുമാവ് കൃഷി വളരെ കുറവാണ്. ജനവാസം അതിന്റെ പുറത്തേ ഉള്ളൂ, അതിനുള്ളിലൊന്നും ആരുമില്ല. അതിനുള്ളിൽ ഓപ്പൺ ജയിലുണ്ട് ഗവൺമെന്റിന്റെ വക. ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് അത്. കോടിയേരിയാണ് ആഭ്യന്തരമന്ത്രി. ഞങ്ങൾ കോടിയേരിയുമായി ചർച്ച ചെയ്തു. അവസാനം അവിടെ 500 ഏക്കർ സ്ഥലം ഇതിന് അനുവദിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. വ്യവസായ വകുപ്പും വൈദ്യുതി വകുപ്പും ചേർന്ന് ഒരു കമ്പനി രൂപീകരിച്ചു. എന്നിട്ട് അവിടെ അത് സ്ഥാപിക്കണമെന്ന് ആലോചിച്ചപ്പോഴേക്ക് ഇവിടെ സമരം തുടങ്ങി ചീമേനിയിൽ. ആദ്യം പറഞ്ഞു ചീമേനിയിൽ കുറേ കുടികിടപ്പുകാരുണ്ട്, വർഷങ്ങളായി അവർക്ക് പട്ടയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവരെല്ലാം അസംതൃപ്തരാണ്. ആ പ്രശ്നം പരിഹരിച്ചാൽ നമുക്ക് ശക്തമായിട്ട് അവിടെ ഇത് നടപ്പാക്കാൻ നിൽക്കാം എന്ന് നമ്മളെ സഖാക്കൾ പറഞ്ഞു. ഞാനും ബാലനും കൂടി ഈ പ്രശ്നം VS സംസാരിച്ച് അസാധാരണമായ നടപടികളിലൂടെ
ചീമേനി പ്രദേശത്തുണ്ടായി പട്ടയം കിട്ടാത്ത മുഴുവൻ ആളുകൾക്കും പട്ടയം കൊടുക്കാൻ മന്ത്രിസഭാ യോഗം പ്രത്യേകമായി തീരുമാനിച്ചു കൊടുത്തു. എന്നിട്ടുണ്ടോ സമരം നിൽക്കുന്നു? അങ്ങനെ ഈ സമരക്കാരെ ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു. എന്തിനാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്? കൽക്കരി ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പൊടിപടലങ്ങളുണ്ടാവും, സമീപ പ്രദേശത്തെ കിണറുകളിൽ വന്ന് വീഴും, മനുഷ്യവാസം കുഴപ്പമാവും എന്നൊക്കെയാണ് ഒരു കൂട്ടാൾ പറഞ്ഞത്. ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ജമ്മു ആൻഡ് കാശ്മീർ. അതിൻ്റെ തലസ്ഥാനമാണ് ശ്രീനഗർ പട്ടണം, ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നഗരം. ആ നഗരത്തിൻ്റെ ഉള്ളിലാണ് ഒരു തെർമൽ പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. നിങ്ങളെ സർക്കാരിൻ്റെ ചെലവിൽ അവിടെ കൊണ്ടുപോയി അതിൻ്റെ പ്രവർത്തനം കാണിച്ചു തരാം. അവിടെ പുറത്തേക്ക് പൊടി വരുന്നുണ്ടോ, ജനവാസത്തിന് വല്ല പ്രയാസമുണ്ടോ, ശ്വാസകോശം തകരാറാവുമോ, എന്നിട്ട് മതി നമുക്ക്. ആ വാദം പൊളിയുമെന്ന് കണ്ടപ്പോൾ ഒരാളിങ്ങനെ എണീക്കുന്നു. ആ യോഗത്തിൽ കാസർഗോഡ് കലക്ടറേറ്റില്ല, ഒരു സഞ്ചിക്കാരൻ ഇങ്ങനെ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, ഇതൊരു കാലത്തും അനുവദിക്കില്ല. എന്താ അനുവദിക്കാത്തത്? ഞങ്ങളവിടെ ഒരു പരിശോധനയ്ക്ക് ചെന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം തവളകളെ അവിടെ കാണാനിടയായി. അതിന് വംശനാശം സംഭവിച്ചു പോകും ഈ പദ്ധതി വന്നാൽ. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളുടെ ശവത്തിൻ്റെ മേലെ അല്ലാതെ അവിടെ ഈ പദ്ധതി സ്ഥാപിക്കാൻ പറ്റില്ല എന്ന്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നടക്കാൻ പോകുന്നില്ല എന്നല്ല. അത് ഉപേക്ഷിച്ചു. അത് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ കാസർഗോഡ് ജില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 10,000-3000 തൊഴിലാളികൾ ജോലി ചെയ്യാനെത്തുന്ന ഒരു ആധുനിക വ്യവസായശാലകൾ വരിക, അങ്ങോട്ട് ഈ റെയിൽവേ ലൈൻ വികസിപ്പിച്ചുകൊണ്ട് പ്രത്യേക റെയിൽവേ ലൈൻ നിർമ്മിച്ച് അങ്ങോട്ട് കൽക്കരി എത്തിക്കുക. വടക്കൻ കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യം പൂർണ്ണമായി നിർവഹിക്കാമായിരുന്നു. അഭിപ്രായ സമന്വയമില്ലാതെ ബലം പ്രയോഗിച്ചുണ്ടാക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി എത്ര കാലമായി കേരളം ചർച്ച ചെയ്യുന്നു, നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെ വൈദ്യുതി ഉണ്ടാക്കും? വെളിയിൽ നിന്ന് വാങ്ങല്ലാണ്ട് നിവൃത്തിയില്ല. വെളിയിലെ വില നമ്മളല്ല നിശ്ചയിക്കുന്നത്, അദാനിയും ടാറ്റയാണ് നിശ്ചയിക്കുന്നത്. അതിന് അനുവാദം കൊടുത്തു മോദി. അത് കൊണ്ടുവരുമ്പോൾ ആ ചെലവ് കൂടി ചേർത്ത് ഈ വൈദ്യുതി കൊടുക്കാൻ പറ്റൂ. വില കുറഞ്ഞ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളുടെ കറണ്ടും ഈ വില കൂടിയതും കൂടി മിക്സ് ചെയ്ത് ഒരു ചെറിയ വില വർധനവ് ഉണ്ടാക്കി ഇങ്ങനെ കൊടുത്തു പോരുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ചെറിയ വർധനവ് വന്നത്. ഇവിടെ സമരം പ്രഖ്യാപിച്ചില്ലേ കോൺഗ്രസ്? BJP-ക്കാർ എതിർപ്പ് പറഞ്ഞില്ലേ? ഞാൻ അതിൻ്റെ ഒരു കണക്ക് നിങ്ങളോട് പറയാം, ഇതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഈടാക്കുന്ന കാശ് എത്രയെന്നറിയോ? 65 രൂപ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ആന്ധ്രാപ്രദേശിൽ 73 രൂപ, തമിഴ്നാട്ടിൽ 70 രൂപ, കർണാടകത്തിൽ 160 രൂപ, പടിഞ്ഞാറൻ ബംഗാളിൽ 202 രൂപ, മഹാരാഷ്ട്രയിൽ 184 രൂപ, മോദിയുടെ ഗുജറാത്തിൽ 158 രൂപ, രാജസ്ഥാനിൽ 365 രൂപ, ന്യൂഡൽഹിയിൽ 210 രൂപ. ഏറ്റവും ദരിദ്രരായ 1-2 ബൾബ് മാത്രം ഉപയോഗിക്കുന്ന ദരിദ്രൻ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ചാർജായി ഞാൻ പറഞ്ഞു. 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ 145 രൂപ, കർണാടകം 289 രൂപ, കേരളം 130 രൂപ, 383 പടിഞ്ഞാറൻ ബംഗാൾ, മഹാരാഷ്ട്ര 307, മോദിയുടെ ഗുജറാത്ത് 305. ബാക്കിയെല്ലാം ഞാൻ വായിക്കുന്നില്ല. 200 യൂണിറ്റ് വരെ കേരളം 340 രൂപ, കർണാടക 654 രൂപ, ആന്ധ്രാപ്രദേശ് 464 രൂപ, പടിഞ്ഞാറൻ ബംഗാൾ 858 രൂപ, മഹാരാഷ്ട്ര 694 രൂപ. 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന അത്യാവശ്യം ഉയർന്ന വലിയ വീടുകളൊക്കെ വെച്ച് ഫ്രിഡ്ജ്, എയർ കണ്ടീഷണർ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വീടുകളാണെങ്കിൽ 500 യൂണിറ്റ് വരെയൊക്കെ ഉപയോഗിക്കും. കേരളത്തിൽ 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് 1411, കർണാടകത്തിൽ 2049. ഭരിക്കുന്നതാരാ? ഇവിടെ സമരം പ്രഖ്യാപിച്ച കോൺഗ്രസ്. ആന്ധ്രാപ്രദേശിൽ 1760, ഗുജറാത്തിൽ 1880, മഹാരാഷ്ട്രയിൽ 2005. BJP അല്ലേ ഭരിക്കുന്നത്? ആരാ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്? 1000 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന വലിയ വീടുകൾ, വലിയ കടകൾ, ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ കേരളത്തിൽ 4076 രൂപ, വെസ്റ്റ് ബംഗാളിൽ 5949, മഹാരാഷ്ട്രയിൽ 5540, ഗുജറാത്തിൽ 4280, ആന്ധ്രാപ്രദേശിൽ 5315, കർണാടകത്തിൽ 4674. അതിനും കുറവ് കേരളം. 3000 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന അതിസമ്പന്നർ, വലിയ ഷോപ്പിംഗ് മാൾ, വലിയ ഹോട്ടൽ
കേരളത്തിൽ 14,736 രൂപ, ആന്ധ്രാപ്രദേശിൽ 19,535, പടിഞ്ഞാറൻ ബംഗാൾ 19,809, മഹാരാഷ്ട്ര 19,680. ആർക്ക് ഈ കണക്കറിയാം? അന്തിച്ചർച്ചയിൽ ഈ കാര്യങ്ങൾ ടെലിവിഷൻ സ്ക്രീനിൽ ഇങ്ങനെ കാണുമ്പോൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്നാൽ ഈ ചർച്ച നയിക്കുന്ന ആങ്കർ ഇങ്ങനെയൊക്കെയാണല്ലോ ഇന്ത്യ രാജ്യത്തെ സ്ഥിതി എന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞ് അവരെ തിരുത്താൻ ശ്രമിക്കുമോ? അവരും ചേരുക അതിൻ്റെ കൂടെ. ഇത് കൊള്ളയാണ്, ഇത് ജനങ്ങളുടെ മേൽ വലിയ ഭാരം കയറ്റി വെക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുക. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചില്ലേ ഇന്ത്യ ഗവൺമെന്റ്? എന്തേ BJP ഉണ്ടാത്തത്? ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ ഇന്ത്യ ഗവൺമെന്റ് അല്ലേ സപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിൽപ്പന നടത്തുന്ന പെട്രോൾ, ഡീസൽ പൂർണ്ണമായും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ക്രൂഡ് ഓയിൽ, അസംസ്കൃത എണ്ണ ഇന്ത്യയിൽ കുഴിച്ചെടുക്കാൻ പറ്റുന്നില്ല. വിദേശത്ത് നിന്ന് കൊണ്ടുവരിക, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, മറ്റു പല രാജ്യങ്ങളിൽ നിന്നും. ഈ എണ്ണ കുഴിച്ചെടുക്കുന്ന, അസംസ്കൃത എണ്ണ കുഴിച്ചെടുക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടി ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഒപെക്, എണ്ണ ഉൽപാദക രാജ്യങ്ങൾ. അവരാണ് ഇതിനെ വില നിശ്ചയിക്കുക. 3 കൊല്ലം മുമ്പ് വരെ, 2 കൊല്ലം മുമ്പ് വരെ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്, ഒരു ബാരൽ 152 ലിറ്റർ, അതാണ് ഒരു ബാരൽ അളവ്. അതിന് $72 ആയിരുന്നു വില. $1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 85 രൂപ. അന്ന് 70 രൂപയോ മറ്റാ. നമ്മുടെ രൂപയുടെ മൂല്യമൊക്കെ പോയി. അത് കൊണ്ടുവന്ന് ഇവിടുത്തെ റിഫൈനറികളിൽ സംസ്കരിച്ചാണ് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ, താറ് തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളായി അത് മാറുന്നത്. എല്ലാം പൊതുമേഖലയായി നമ്മൾ ചെയ്തിരുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എല്ലാം പൊതുമേഖലയിലായിരുന്നു. ഈ അടുത്ത കാലത്ത് പെട്രോളിയം മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് പ്രവേശനം കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ്. റിലയൻസ് ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല ഉണ്ടാക്കി ഇന്ത്യയിൽ. പിന്നെയും കുറെ കമ്പനികൾ വന്നു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം നയാര എന്ന് പറയുന്ന ഒരു കമ്പനി, വേറെ പല കമ്പനികളും വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷ് പെട്രോളിയം, കാൽടെക്സ്, ബർമാഷൽ ഇവരൊക്കെ ആയിരുന്നു ഇവിടുത്തെ പമ്പ് നടത്തിയിരുന്നത്. അതൊക്കെ ദേശവൽക്കരിച്ച് രാജ്യത്തിന്റെ കമ്പനികളാക്കി. ഇപ്പൊ വീണ്ടും വിദേശികളുടെ കയ്യിലേക്ക് പോയി, കുത്തക മുതലാളിമാരുടെ കയ്യിലേക്ക് പോയി. അവരാണ് ഇപ്പൊ വില നിശ്ചയിക്കുന്നത്. ജനങ്ങളുടെ മുഴുവൻ ജീവിതത്തെ ബാധിക്കുന്നതല്ലേ. അതിനിടയിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം വന്നു. ആ യുദ്ധം വന്നപ്പോൾ റഷ്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്ത്. 1ാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ്, 2ാം സ്ഥാനത്ത് റഷ്യയാണ്. പ്രകൃതിവാതകവും ക്രൂഡ് ഓയിലും, അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും പൈപ്പ് വഴിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. വലിയ കുഴൽ വഴി. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇതൊക്കെ അവരോടാണ് വാങ്ങുന്നത്. ഉക്രൈൻ ഈ റഷ്യയുമായി പിണങ്ങി യുദ്ധത്തിലേക്ക് പോയപ്പോൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൂടി ചേർന്ന് റഷ്യയോടുള്ള എണ്ണ വാങ്ങൽ നിർത്താൻ തീരുമാനിച്ചു. അപ്പൊ റഷ്യ പ്രതിസന്ധിയിലോ, റഷ്യയുടെ പ്രധാന വരുമാനമായത്. അപ്പൊ റഷ്യ എന്തു പറഞ്ഞു? ആർക്ക് വേണമെങ്കിൽ ഞങ്ങൾ വില കുറച്ചത് തരാം, ഓപ്പൺ മാർക്കറ്റ് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇന്ത്യ രാജ്യത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ പെട്രോളിന്റെ ഈ ക്രൂഡ് ഓയിലിന്റെ വില ഒരു ബാരലിന് $140-150 വരെ ആയത് പെട്ടെന്ന് താഴോട്ട് വന്നു. $140-150 വരെ വില ഉയർന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പെട്രോളിനും ഡീസലിനും വില ഉയർത്തി കേന്ദ്രം. എന്നാൽ അത് ഇപ്പോൾ $80 താഴ്ന്നിട്ടും ഒരു പൈസ കുറയ്ക്കുന്നില്ല. പാചകവാതകത്തിന് വില കുറയ്ക്കുന്നില്ല. എന്താ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? ഈ ചർച്ച നടക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ എന്താണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിടാത്തത്? അവർക്ക് അറിയാത്തത് കൊണ്ടാണോ? അവർക്ക് കടുത്ത ശത്രുതയാണ് ഇടതുപക്ഷത്തോട്. അത് ആ വാർത്ത വായിക്കുന്നവരുടെ ശത്രുതയല്ല, അവിടെ ചർച്ച നയിക്കുന്ന ആങ്കറുടെ വികാരമല്ല. ഈ മാധ്യമങ്ങളൊക്കെ നടത്തുന്ന വലിയ മുതലാളിമാരാണ്, അവരുടേതാണ് താല്പര്യം. ഈ കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി കുടുംബങ്ങളിൽ ഒരു വലിയ കുടുംബമാണ് മനോരമ കുടുംബം. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ ടയർ കമ്പനി മദ്രാസ് റബ്ബർ ഫാക്ടറി എന്ന് പറയുന്ന MRF ആണ്. അവർക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ റബ്ബർ വില കുറച്ച് കിട്ടണം.
റബ്ബർ ഉപയോഗിച്ചാണ് ടയർ ഉണ്ടാക്കുന്നത്. നമ്മുടെ തോട്ടങ്ങളിൽ റബ്ബർ വെട്ടിയാൽ 1 കിലോ റബ്ബർ ഷീറ്റിന് 400 രൂപ വരെ വിലയുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, ഫിലിപ്പൈൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നികുതി കുറച്ച്, ഇറക്കുമതി ചുങ്കം കുറച്ച് റബ്ബർ ഇറക്കുമതി ചെയ്യാൻ അനുമതി കൊടുത്തു. അതോടുകൂടി നമ്മുടെ കേരളത്തിലെ റബ്ബറിന്റെ വില അങ്ങ് കുറഞ്ഞു. റബ്ബർ തോട്ടങ്ങൾ നടത്താൻ കഴിയാത്ത അവസ്ഥയായി. പലരും അടച്ചുപൂട്ടി. തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. മുഴുവൻ തോട്ടവും അടച്ചുപൂട്ടിപ്പോയാൽ വലിയ ദുരന്തം വരും കേരളത്തിൽ. അതുകൊണ്ട് കേരള ഗവൺമെന്റ് പറഞ്ഞു, 1 കിലോ റബ്ബറിന് 150 രൂപയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്നത് 150 റുപ്യ തികയാൻ ബാക്കി എന്താ വേണ്ടത്, അത് കേരളം തരാം, ഗവൺമെന്റ് തരാം. ഗവൺമെന്റ് തരാമെന്നാൽ നിങ്ങൾ കൊടുക്കുക, നാട്ടുകാർ കൊടുക്കുക. അങ്ങനെയാണ് റബ്ബർ കൃഷി എന്ന് നിലനിർത്തുന്നത്. ഇതിൻ്റെ ഒക്കെ നേട്ടം കിട്ടുന്ന കമ്പനിയാണ് MRF, ഡൺലപ്പ്, ഫയർസ്റ്റൺ, അപ്പോളോ ടയേഴ്സ് എന്നൊക്കെ പറയുന്ന വൻകിട കമ്പനികൾ. അവർ നിങ്ങളെ സഹായിക്കണോ? ഈ ആസിയാൻ കരാർ എന്ന് പറയുന്ന ഇറക്കുമതി കരാറിനെതിരെ നാഷണൽ ഹൈവേയിലൂടെ മനുഷ്യച്ചങ്ങല തീർത്തവരാണ് നമ്മൾ. ആ നയത്തിനെതിരെ കടുത്ത പോരാട്ടം നടത്തിയവരാണ്. നമ്മളെ സഹായിക്കണോ? അവരെ സഹായിച്ചവരെ സഹായിക്കും. അതാണ് ആ പത്രത്തിന്റെയും ആ ചാനലിന്റെയും രാഷ്ട്രീയം. മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന RSS നേതാവായ ഒരു മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. ഇപ്പോൾ അയാൾ മന്ത്രിയല്ല, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായിരുന്നു, തോറ്റുപോയി. അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ. എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക? ഓരോ മാധ്യമത്തിനും ഓരോ മുതലാളിയുണ്ട്. ആ മുതലാളിയുടെ നയമാണ് ആ മാധ്യമം എങ്ങനെ പ്രവർത്തിക്കണമെന്നത്. ദേശാഭിമാനി പ്രവർത്തിക്കുന്ന അതിൻ്റെ മുതലാളിമാരുടെ, അതിൻ്റെ ഉടമസ്ഥന്മാരുടെ വികാരത്തിനനുസരിച്ചാണ്. ആരാ അതിൻ്റെ ഉടമസ്ഥന്മാർ? എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ജനങ്ങളാണ്, പാവപ്പെട്ട ജനങ്ങൾ. അവരുടെ നാണയത്തൊട്ടുകൾ ശേഖരിച്ചാണ് ദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. നമ്മളെപ്പോഴും പറയാറില്ലേ പാലോറം മാതയുടെ കഥ? ദേശാഭിമാനിക്ക് വേണ്ടി പിരിവിന് വന്ന പാർട്ടി സഖാക്കൾക്ക് ഒന്നും കൊടുക്കാൻ ആ അമ്മയുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അരുമയായി വളർത്തുന്ന പശുക്കുട്ടിയെ തൊഴുത്ത് നഴിച്ച് ഏൽപ്പിച്ചു കൊടുത്തു സഖാക്കൾ. ഇത് കൊണ്ടുപോയി വിറ്റ് നിങ്ങൾ ദേശാഭിമാനി കെട്ടിപ്പടുക്കും. ആ സംഭാവനകൾ നൽകിയ ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ ഉടമസ്ഥയിലുള്ളതാണ് ദേശാഭിമാനി. അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ വികാരം പ്രതിഫലിക്കും ദേശാഭിമാനിയിൽ. അവരുടെ സമരങ്ങൾ, അവരുടെ മുദ്രാവാക്യം വിളികൾ, അവരുടെ പട്ടിണി, അവരുടെ ദാരിദ്ര്യം, ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവരും. മറുഭാഗത്ത് ഈ ഗവൺമെന്റിന്റെ നയങ്ങളിലൂടെ വലിയ സമ്പത്താർജിക്കുന്ന കുത്തക മുതലാളി വർഗം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തകർന്ന് മുടിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മോദിയുടെ 2014 മുതലുള്ള ഭരണത്തിൽ 10 കൊല്ലത്തിനുള്ളിൽ 14.5 ലക്ഷം കോടി രൂപയാണ് ബാങ്ക് ലോൺ മുതലാളിമാരുടേത് എഴുതിത്തള്ളിയത്, വൻകിട വ്യവസായികളുടേത്. വ്യവസായങ്ങൾ നടത്തി നഷ്ടത്തിലായി, അല്ലെങ്കിൽ നഷ്ടത്തിലാക്കി. ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പലിശ, കൂട്ടുപലിശ വലിയ സംഖ്യയായി. അത് ഒത്തുതീർപ്പുണ്ടാക്കി വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ ഒരു നിയമമുണ്ടാക്കി മോദി ഗവൺമെന്റ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്നാണ് ആ നിയമത്തിന്റെ പേര്. ആ നിയമം വെച്ച് ബാങ്കുകൾക്ക് ഈ കടം വാങ്ങിയവരുമായി ചർച്ച ചെയ്ത് എത്ര തുക വേണമെങ്കിലും കുറച്ചു കൊടുക്കാം. അതിന് ബാങ്കിന്റെ അക്കൗണ്ട് ബുക്കിൽ ഈ കടം വാങ്ങിയ തുകയും പലിശയും ഇങ്ങനെ കൂടി വരുന്ന എഴുതി വെക്കുന്നുണ്ടല്ലോ. അത് കുറവ് വരുത്തുന്നതിനെ ബാങ്കുകാർ ഉപയോഗിക്കുന്ന ഭാഷ ഹെയർ കട്ട് എന്നാണ്. ഹെയർ കട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ മോദിയുടെ 2 ഗവൺമെന്റ് കാലത്ത് 14.5 ലക്ഷം കോടി ഉറുപ്പിക ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് കുറച്ചു കൊടുത്ത്. അവർ നിങ്ങളെ സഹായിക്കണം, അവർ മോദിയെ സഹായിക്കും, മോദി അധികാരത്തിൽ കൊണ്ടുവരാൻ. ഇങ്ങനെ അവീതമായി കിട്ടുന്ന സമ്പത്തിന്റെ ഒരു ഭാഗം മോദിയുടെ പാർട്ടിക്ക് സംഭാവനയായി കൊടുക്കും. അതിന് നിയമാനുസൃതമായി സംഭാവന കൊടുക്കാൻ ഒരു വഴിയുണ്ടാക്കി BJP ഗവൺമെന്റ്. അതാണ് ഇലക്ട്രൽ ബോണ്ട്. ഇവർ സംഭാവന കൊടുക്കുന്നത് SBIയുടെ ബോണ്ട് വാങ്ങാനാണ് പണം കൊടുക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 100 കോടി രൂപയുടെ ബോണ്ട് വാങ്ങുന്നു, അല്ലെ 1000 കോടി രൂപയുടെ ബോണ്ട് വാങ്ങുന്നു. ആ ബോണ്ട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടികൾക്ക് കൊടുക്കാം. ആ പാർട്ടികൾ ബാങ്കിൽ കൊടുത്താൽ ഈ പണം കിട്ടും. ഇന്ത്യ രാജ്യത്ത് ഈ നിയമം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് കിട്ടിയത് BJPക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തീരുമാനിച്ചു 1 പൈസയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങേണ്ടതില്ല എന്ന്. അഴിമതിയാണത്. അപ്പൊ അഴിമതിയിലൂടെ പണമുണ്ടാക്കുക,
ബാങ്കിൽ നിന്ന് ജനങ്ങളുടെ പണമെടുത്ത് പന്ത് കളിക്കുക, ആ പണത്തിൻ്റെ ഒരു ഭാഗം ഭരണകക്ഷിക്ക് സംഭാവനയായി അഴിമതിയിലൂടെ കൊടുക്കുക. അവരാണ് ഇന്ത്യ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്, അവരുടെ ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതിന് വ്യത്യാസമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അവർക്ക് സഹിക്കുമോ? ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ 60 ലക്ഷം പേർക്ക് 1600 രൂപ വീതം. 2001 300 രൂപയാണ് പാവപ്പെട്ടവർക്ക് കേരളത്തിലെ പെൻഷൻ. ഏതാനും 1000 ആളുകൾക്ക്. ആന്റണി മുഖ്യമന്ത്രി 24 മാസം കുടിശ്ശികയാക്കിയിട്ടാണ് 2006 തെരഞ്ഞെടുപ്പിൽ ആന്റണി ഇറങ്ങിപ്പോയത്. ഈ 300 രൂപ 2006 VS മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് വന്നു. കുടിശ്ശിക തീർത്തതിന് ശേഷം പെൻഷൻ ഒറ്റയടിക്ക് 600 രൂപയാക്കി. അപ്പോഴേക്ക് പെൻഷൻകാർ 30 ലക്ഷം കഴിഞ്ഞു. 2011 തെരഞ്ഞെടുപ്പ് വരുന്നവരെ ഒരു പൈസ കുടിശ്ശികയാക്കിയില്ല. 11 തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റു. UDF വന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. 5 കൊല്ലം പെൻഷൻ ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല. 18 മാസം കുടിശ്ശികയാക്കി. 2016 ആവുമ്പോൾ 2016 LDF വീണ്ടും ജയിച്ചു. പിണറായി മുഖ്യമന്ത്രി ആദ്യം കുടിശ്ശിക തീർത്തു. ഒറ്റയടിക്ക് പെൻഷൻ 1600 രൂപയാക്കി. അപ്പോഴേക്കും പെൻഷൻകാരുടെ എണ്ണം 40 ലക്ഷം കവിഞ്ഞു. മുമ്പ് പെൻഷൻകാർ ട്രഷറിയുടെ മുമ്പ് പോയി ക്യൂ നിൽക്കണം, പലപ്പോഴും തിരിച്ചു പോരണം, പിന്നെയും പോകണം, യാചിച്ച് നിൽക്കുന്ന പോലെ നിൽക്കണം. പിണറായി ഗവൺമെന്റ് പറഞ്ഞു, ഈ പ്രായം ചെന്ന ആളുകൾ ഇങ്ങനെ തിണ്ടി തിരിഞ്ഞു നടക്കണ്ട. സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ ഓരോ വില്ലേജിലും അവരുടെ പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര അന്തസ്സോടെയാ പെൻഷൻ വാങ്ങുന്നു? പെൻഷൻ കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നു. ഈ അടുത്ത കാലത്താണ് കുറച്ച് ഗഡുക്കൾ മുടങ്ങിപ്പോയത്. അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ആ പെൻഷൻ അല്പവും കൂടി വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുന്നത് കുറച്ചുകൂടി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന കാര്യമാണ് ആലോചിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ ഇതുപോലെ ലൈഫ് പദ്ധതി 4,80,000 വീടുകളാണ് കേരളത്തിൽ നിർമ്മിച്ചു കൊടുത്തത് 2016 ശേഷം. വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് നൽകാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ ഉണ്ടായ നേട്ടം നിങ്ങൾ ഓർക്കുന്നില്ലേ? കോവിഡ് കാലം ഇന്ത്യ രാജ്യം മുഴുവൻ ദുരന്തമായിരുന്നു. മരുന്നില്ല, വാക്സിൻ ഇല്ല, ജനങ്ങൾ കഷ്ടപ്പെട്ടു. നരേന്ദ്രമോദി പറഞ്ഞു, എല്ലാവരും ഒരു ദിവസം വീട്ടിൻ്റെ മുകൾ തട്ടിൽ മട്ടുപ്പാവിൽ കയറി നിന്ന് പാട്ട കൊട്ടാൻ കോവിഡ് വൈറസിനെ പേടിപ്പിക്കാനോ. ഈ മാതിരി വിഡ്ഢിത്വമൊക്കെ ചെയ്തു. എന്നാൽ നമ്മുടെ കേരളം പഞ്ചായത്ത് മുതൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ മുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്ന കേന്ദ്രം മുതൽ ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സജ്ജമാക്കി. ഒരാളും ശ്വാസം കിട്ടാതെ മരിക്കേണ്ടി വന്നില്ല. 2019 കോവിഡിന് തലേ വർഷം കേരളത്തിലുണ്ടായ ആകെ മരണസംഖ്യയേക്കാൾ കുറവാണ് കോവിഡിന്റെ മൂർധന്യത്തിലെത്തിയ 2020 കേരളത്തിലെ ആകെ മരണം. മറന്നുപോകരുത്, നമ്മുടെ സർക്കാർ ആശുപത്രികളെല്ലാം സുസജ്ജമാണ് ഏത് ചികിത്സക്കും. UP-യിലും ബീഹാറിലും ഒക്കെ മരിച്ചു വീണ മനുഷ്യർ, ഓക്സിജൻ കിട്ടാതെ മരിച്ചുപോയവർ, അവരുടെ മൃതശരീരം തുണിയിൽ പൊതിഞ്ഞു കിട്ടി അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തി. അത് സംസ്കരിക്കാൻ പൊതു ശ്മശാനത്തിൽ പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഗംഗാനദിയിലേക്ക് ഒഴുക്കുകയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഗതികേട് കേരളത്തിലുണ്ടായോ? ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല ഞാൻ പറഞ്ഞു, വീട് നിർമ്മിക്കുന്നത് പറഞ്ഞു, പെൻഷന്റെ കാര്യം പറഞ്ഞു, വ്യവസായ മേഖലയിലും കാർഷിക മേഖലയിലും വലിയ മുന്നേറ്റം ഈ കാലത്തുണ്ടാക്കി. അപ്പോഴാണ് കേരളത്തിലെ പിന്തിരിപ്പന്മാരായി കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി കേരളത്തിന്റെ കഴുത്ത് ഞെരിക്കാനുള്ള ഗൂഢാലോചന നടത്തിയത്. നമുക്ക് തരുന്ന പണത്തിൽ കുറവ് വരുത്തുക, നിങ്ങൾ അങ്ങനെ ജനക്ഷേമ പദ്ധതികളുമായി പോയി ജനപിന്തുണ വാങ്ങി വീണ്ടും വീണ്ടും ജയിക്കാൻ പാടില്ല എന്നൊരു നിലപാട് കേന്ദ്രം സ്വീകരിച്ചു. നമ്മുടെ വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നികുതിയാണ് ഒരു പ്രധാന വരുമാനം. പണ്ട് അത് സെയിൽ ടാക്സ് ആയിരുന്നു, വിൽപ്പന നികുതി. കടകളിൽ വിൽക്കുന്നതിന് ഒരു ചെറിയ നികുതി വെക്കും. ആ നികുതിയായിരുന്നു നമ്മുടെ വരുമാനം. അത് പിന്നീട് വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് എന്ന പേരിലാക്കി. ഇപ്പോൾ അത് GST ആണ്, ഒരു ഒറ്റ നികുതി രാജ്യം മുഴുവൻ. അതൊരു വരുമാനമാണ്. ആ വരുമാനം കൊണ്ടൊന്നും ചെലവ് നിർവഹിക്കാൻ കഴിയില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കണ്ടേ? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ അവർക്കെന്തോ സഹായം ചെയ്യുന്നതല്ല.
ആശുപത്രിയിൽ നമ്മൾ ചെന്നാൽ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർക്കാണ് ഈ ശമ്പളം കൊടുക്കുന്നത്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ് ഈ ശമ്പളം കൊടുക്കുന്നത്. അതില്ലാതെ ഒരു സ്റ്റേറ്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കണ്ടേ, പൊതുമരാമത്ത് പ്രവർത്തികൾ ചെയ്യണ്ടേ, കൃഷിക്കാരെ കാര്യങ്ങൾ ചെയ്യണ്ടേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഈ സ്റ്റേറ്റുകൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വരുമാനം പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്നത്. സെൻട്രൽ എക്സൈസ് എന്ന് പറയുന്ന നികുതി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഓരോ കമ്പനിയിലും ഉൽപ്പാദിപ്പിക്കുന്ന മൊട്ടുസൂചി മുതൽ മോട്ടോർ വാഹനങ്ങൾ വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലും കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു നികുതിയുണ്ട്, എക്സൈസ് നികുതി. അത് നികുതിയായിട്ടല്ല നിങ്ങൾ കൊടുക്കുന്നത്, ആ ഉൽപ്പന്നത്തിൻ്റെ വിലയായിട്ടാണ്. നിങ്ങൾക്കറിയില്ല എത്രയാണ് നികുതിയെന്ന്. ആ പണം അടച്ചതിന് ശേഷം മാത്രമേ ഉൽപ്പന്നം അത് നിർമ്മിച്ച കമ്പനിയുടെ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ. കർശനമായ നിയമമാണ്. അങ്ങനെ കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാനം. ആ കിട്ടുന്ന വരുമാനത്തിൻ്റെ 41%, 100-ൽ 41 സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണമെന്ന് ഭരണഘടനയിലെ വ്യവസ്ഥയാണ്. അത് വീതം വെക്കാൻ ഒരു കമ്മീഷനെ വെക്കും കേന്ദ്രം, ഫിനാൻസ് കമ്മീഷൻ. ആ ഫിനാൻസ് കമ്മീഷൻ നേരത്തെ നമുക്ക് അനുവദിച്ചിരുന്ന തുക, വീതം വെക്കുന്ന പണത്തിൻ്റെ 3.9% കേരളത്തിന്. 100 രൂപയെ വീതിക്കുന്നെങ്കിൽ 3 രൂപ 90 പൈസ, 3.9%. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് പുതിയ ഫിനാൻസ് കമ്മീഷൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ന്യായീകരണവുമില്ലാതെ 1.9% കുറച്ചു. 1 രൂപ 90 പൈസ തോതിലാക്കി. നമുക്ക് കിട്ടേണ്ട വലിയൊരു വരുമാനം കിട്ടാതായി. എന്ത് ചെയ്യും കേരളം? നിരവധി തവണ നിവേദനം കൊടുത്തു, നമ്മുടെ കണക്കുകൾ ബോധ്യപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും MP-മാർ MLA-മാർ എല്ലാം ചേർന്ന് ഡൽഹിയിൽ പോയി സമരം ചെയ്തു. ഈ സമയത്തൊന്നും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് മെമ്പർമാർ പാർലമെന്റിൽ ശബ്ദിച്ചില്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരക്ഷരം കേന്ദ്രത്തിനെതിരായി സംസാരിച്ചില്ല. എന്താ കാര്യം? ഇവരിങ്ങനെ മുടിഞ്ഞു പോട്ടെ എന്ന് അവർ വിചാരിച്ചു. LDF അല്ലേ ഇങ്ങനെ പെൻഷൻ കൊടുത്തും വീടുണ്ടാക്കി കൊടുത്തും പൊതുവിതരണശാലകളിൽ അരിയും സാധനങ്ങളും കൊടുത്തും ജനപിന്തുണ നേടുന്നുണ്ട് ഇവർ. അതുകൊണ്ടാണ് ഇവർ ജയിക്കുന്നത്. 2021 കേരള ചരിത്രത്തിൽ ആദ്യമായി വീണ്ടും ജയിച്ചു വന്നില്ലേ, 98 സീറ്റോടുകൂടി. അങ്ങനെ ജയിക്കണ്ട. നമ്മളെ തോൽപ്പിക്കാൻ അവർ കണ്ടുപിടിച്ച ഒരു വഴിയാണ് കേന്ദ്രത്തെ കൊണ്ട് നമുക്കുള്ള വരുമാനം മുടക്കുക, ശ്വാസം മുട്ടിക്കുക. എന്നാൽ ഇതിനെതിരെ കേരളത്തിലെ ജനങ്ങളാകെയാണ് ഈ വിഷമം നേരിടുന്നത് എന്ന് മനസ്സിലാക്കി ആ ജനങ്ങളുടെ വികാരത്തോടൊപ്പം നിൽക്കാൻ കോൺഗ്രസ് ഉണ്ടോ, മുസ്ലിം ലീഗ് ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ? BJPക്ക് പിന്നെ ഒന്നും നോക്കാനില്ല.